സച്ചിനിലേക്ക് പോവുകയാണ്. പാലക്കാട് നിന്ന് സച്ചിനാണ് ചേരുന്നത്. സച്ചിൻ, എന്താണ് പാലക്കാട്ടെ സാഹചര്യം? പാലക്കാട്ട് പണിമുടക്ക് എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഒപ്പം തന്നെ സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധ മാർച്ചൊക്കെ എപ്പോഴാണ്? മനോർ, രാവിലെ 10 മണിയോടുകൂടെ സംയുക്ത ട്രേഡ് യൂണിയൻ്റെ മാർച്ച് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിക്കും. തുടർന്ന് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ് പ്രതിഷേധ യോഗം ചേരുന്നത്. പ്രതിഷേധ യോഗം CITയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാന ജില്ലാ നേതാക്കളൊക്കെ ഈ ധർണയിലും അതുപോലെ തന്നെ പ്രകടനത്തിലും പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ശക്തമായ രീതിയിൽ തന്നെയാണ് പാലക്കാട് ജില്ലയിലും പണിമുടക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ സ്വകാര്യ ബസ്സുകളും അതുപോലെ തന്നെ KSRTC ബസ്സുകളൊന്നും പാലക്കാട് നിന്ന് സർവീസ് നടത്തിയിട്ടില്ല. മറ്റ് ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലുള്ളത്. മറ്റ് സ്വകാര്യ വാഹനങ്ങളും ചെറിയ രീതിയിൽ ഓടുന്നുണ്ട്. അല്ലാതെ കടകമ്പോളങ്ങളും അതുപോലെ തന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് കഞ്ചിക്കോട് വ്യവസായ മേഖലയടക്കം സ്തംഭിച്ച ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. പ്രധാനമായും കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങളും അതുപോലെ തന്നെ കർഷകദ്രോഹ നയങ്ങൾക്കും യുവജനദ്രോഹ നയങ്ങൾക്കൊക്കെ എതിരായി ശക്തമായ രീതിയിൽ തന്നെ കേരളം പൊരുതുന്നു. അതിനൊപ്പം തന്നെ പാലക്കാടും നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പണിമുടക്കിന് പൂർണ്ണ പിന്തുണയാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും പാലക്കാടും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു ജില്ലകളിലെ പോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ കടകമ്പോളങ്ങളൊന്നും തുറന്നിട്ടില്ല. രാവിലെ തന്നെ പാലക്കാട് നഗരത്തിൽ വലിയ രീതിയിലുള്ള തിരക്കുകൾ അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഇന്ന് അതിൻ്റെ 1% പോലും ഇല്ല എന്ന് തന്നെയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. മാത്രമല്ല ട്രെയിനുകളിലും അതുപോലെ തന്നെ മറ്റ് തമിഴ്നാട്ടിൽ നിന്നടക്കം വരുന്ന ബസ്സുകളിലൊക്കെ തിരക്കും കുറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 2 ബസ്സുകളാണ് പാലക്കാട് ഇൻഡസ്ട്രിയൽ മേഖലയുണ്ട്. അവിടുത്തെ സാഹചര്യം എന്താണ്? മനു, തീർച്ചയായും. കാരണം നേരത്തെ അത് തന്നെയാണ് പറഞ്ഞത്. കഞ്ചിക്കോട് വ്യവസായ മേഖലയടക്കം സ്തംഭിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ പണിമുടക്കിൻ്റെ പ്രചരണാർത്ഥം വിവിധ ജാഥകൾ, കൺവെൻഷനുകൾ അതുപോലെ തന്നെ യോഗങ്ങളൊക്കെ പല ഘടകങ്ങളിലും ചേർന്നിരുന്നു. അതിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. അതിനാൽ തന്നെ കഞ്ചിക്കോട് വ്യവസായ മേഖലയിലടക്കം വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ നടന്നിരുന്നു. നമ്മൾ പോയപ്പോൾ കണ്ടത് മുഴുവൻ ആളുകളും അത്തരം പ്രചരണ പരിപാടികളിൽ അടക്കം പങ്കെടുത്തുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഈ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ തമിഴ്നാട്, പാലക്കാടിൻ്റെ അതിർത്തി സംസ്ഥാനമായ തമിഴ്നാട്ടിലും ശക്തമായ രീതിയിൽ തന്നെയാണ് പണിമുടക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും സ്വകാര്യ ബസ്സുകളൊന്നും തമിഴ്നാട്ടിൽ ഓടുന്നില്ല. ചുരുക്കം ചില സർക്കാർ ബസ്സുകൾ മാത്രമാണ് തമിഴ്നാട്ടിൽ സർവീസ് നടത്തുന്നത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അത് കൃത്യമായ രീതിയിൽ അവിടെയും കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. പ്രധാനമായും കേരളം ഒറ്റക്കെട്ടായി സമരത്തെ സ്വീകരിച്ചു. അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളും ഇതേപോലെ തന്നെ സമരത്തെ സ്വീകരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് കൂടാതെ വിവിധ ഘടകങ്ങൾ, അതായത് വിവിധ തൊഴിലാളികൾ, അതുപോലെ തന്നെ വിവിധ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ വിവിധ സംഘടനകൾ എല്ലാവരും തന്നെ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാലക്കാടും എത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മളടക്കം ഉൾപ്പെടുന്ന മാധ്യമ പ്രവർത്തകരും ഇന്ന് തൊഴിലാളി പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സദസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പാലക്കാട് 11:30 പാലക്കാട് പ്രസ് ക്ലബിന് മുന്നിൽ ചേരുന്ന പ്രകടനവും പൊതുസദസ്സും CITയുടെ നേതാവായിട്ടുള്ള SB രാജുവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അത്തരത്തിൽ എല്ലാ മേഖലയിലെ ആളുകളും പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, ഒറ്റക്കെട്ടായി നിൽക്കുന്നു, കേന്ദ്രത്തിൻ്റെ ഈ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാലക്കാട് കർഷകരുടെ ജില്ലയാണ്, നെല്ലറകളുടെ നാടാണ് പാലക്കാട്. അതിനാൽ തന്നെ പാലക്കാട്ടെ കർഷകരും ഒറ്റക്കെട്ടായി കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ട്രാക്ടറുകളിലടക്കം പ്രചരണം നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പണിമുടക്കിൻ്റെ പ്രചരണ പരിപാടികൾ അത്തരത്തിൽ കേന്ദ്ര സർക്കാർ നെല്ലിൻ്റെ കുടിശ്ശികയടക്കം 1108 കോടിയോളം രൂപയാണ് പാലക്കാട് ഉൾപ്പെടുന്ന കർഷകർക്ക് കിട്ടാനുള്ളത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ദ്രോഹമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കർഷകർ നേരിടുന്നത്. അതിനാൽ തന്നെ അവരും പണിമുടക്കിന് പൂർണ്ണ പിന്തുണയോടുകൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരിക്കുന്നു. കേരളം ഒന്നാകെ സ്തംഭിക്കുമ്പോൾ പാലക്കാട് സ്തംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനു പറയാനുള്ളത്. ശരി, ഓക്കെ. അപ്പോൾ പാലക്കാട് നിന്നാണ് ഈ വിവരങ്ങൾ നൽകിയത്. പാലക്കാട്ടെ വ്യവസായ മേഖലയടക്കം മുഴുവൻ നിശ്ചലമായി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.